ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്ലസ് ടു കഴിയുന്ന കൂട്ടുകാർക്ക് എപ്പോഴൊരു സംശയമായിരിക്കും, ഇനി ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് പ്ലസ് ടു ബയോളജി സയൻസ് എടുത്തവർക്ക്, കാരണം അവർക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്ലസ് ടു ബയോളജി സയൻസ് എടുത്ത കൂട്ടുകാർക്ക് ഏതൊക്കെ കോഴ്സാണുള്ളത്, ഏത് കോഴ്സിനാണ് കൂടുതൽ ജോലി സാധ്യതയുള്ളത്, പിന്നെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കോഴ്സുകളുണ്ട്. എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് മെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. MBBS ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. BHMS ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി. അത് ഹോമിയോപ്പതിയിലാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. BAMS ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അവർ ആയുർവേദത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. BDS ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി. അവർ ടീത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. BVSC ആൻഡ് AH ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അവർ മൃഗങ്ങളെ പരിപാലിക്കുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നവരാണ്. നീറ്റ് കീം എക്സാമുകൾ ക്വാളിഫൈ ആയെങ്കിൽ മാത്രമേ ഈ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. BSc നേഴ്സിംഗ് 4 ഇയർ കോഴ്സാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഈ കോഴ്സിനാണ്. നല്ല സ്കോപ്പാണ് ഇതിന്. ജനറൽ നേഴ്സിംഗ് 3 വർഷത്തെ കോഴ്സാണിത്. പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. BPharm ബാച്ചിലർ ഓഫ് ഫാർമസി 4 ഇയർ കോഴ്സാണ്. ഒരു ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. PharmD ഡോക്ടർ ഓഫ് ഫാർമസി 5 ഇയർ കോഴ്സാണ്. പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഇയേഴ്സ് ആണുള്ളത്. ഇവർ ക്ലിനിക്കൽ പ്രാക്ടീസും മെഡിക്കൽ പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഈ ഡോക്ടറിൻ്റെയൊക്കെ കൂടെ നമ്മളിങ്ങനെ റൗണ്ട്സിന് പോവുക, വാർഡുകളിൽ പോവുക, പിന്നെ ഇവർക്ക് പ്രത്യേക ക്യാബിനും റൂമും ഒക്കെ ഉണ്ട് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷനിൽ ഇറർ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിയും. BSc ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതാണ് BSc MLT. 4 ഇയേഴ്സ് കോഴ്സാണ്. ലാബ് ടെക്നീഷ്യനായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള നല്ലൊരു കോഴ്സാണ് BSc MLT. BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി 3 ഇയേഴ്സ് കോഴ്സാണ്. സർജറി ടൈമിൽ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക, അതൊക്കെ റെക്കോർഡ് ചെയ്യുകയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി 4 ഇയേഴ്സ് കോഴ്സാണ്. ഐസൈറ്റ് ചെക്കിങ്, സ്പെക്സ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. BSc മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോഗ്രഫി 3 ഇയേഴ്സ് കോഴ്സാണ്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, ഇതൊക്കെയാണ് ചെയ്യുന്നത്. BSc റേഡിയോഗ്രഫി പോലെ തന്നെയുള്ളൊരു കോഴ്സാണ് റേഡിയോളജി. BSc മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോ തെറാപ്പി 3 ഇയേഴ്സ് കോഴ്സാണ്. ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയേഷൻ കൊടുക്കുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. BSc ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ് 3 ഇയേഴ്സ് കോഴ്സാണ്. ഡെൻറ്റിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി 3 ഇയേഴ്സ് കോഴ്സാണ്. അനസ്തേഷ്യ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഓപ്പറേഷൻ തിയേറ്റർ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും പിന്നെ ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. BSc യൂറോളജി ടെക്നോളജി 3 ഇയേഴ്സ് കോഴ്സാണ്. യൂറോളജിസ്റ്റിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുകയും പിന്നെ യൂറിനറി ഡിസീസസിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 ഇയേഴ്സ് കോഴ്സാണ്. ഇവർ പെർഫ്യൂഷനിസ്റ്റാണ്. ഇവർ ഹാർട്ട്, ലങ്സ് മെഷീൻസിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കോഴ്സ് നല്ല കോഴ്സാണ്, പക്ഷെ ജോലി കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി 3 ഇയേഴ്സ് കോഴ്സാണ്. BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 4 ഇയേഴ്സ് കോഴ്സാണ്. ഫിസിയോതെറാപ്പിസ്റ്റായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. BSc ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഹിയറിങ്ങും സ്പീച്ചിനും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇതൊരു 4 ഇയേഴ്സ് കോഴ്സാണ്. BSc മൈക്രോബയോളജി 3 ഇയേഴ്സ് കോഴ്സാണ്. BSc മെഡിക്കൽ ബയോകെമിസ്ട്രി 3 ഇയേഴ്സ് കോഴ്സാണ്. BSc ഒഫ്താൽമിക് ടെക്നോളജി, ഇത് 3 ഇയേഴ്സ് കോഴ്സാണ്. കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്.
BSc റെസ്പിറേറ്ററി തെറാപ്പി, ഇത് 3 years കോഴ്സാണ്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രീത്തിങ് ട്രീറ്റ്മെൻറ്റ്സ്, ഓസിയൻ തെറാപ്പി, ഇതൊക്കെയാണ്. BSc ഒപ്റ്റോമെട്രി 3 years കോഴ്സാണ്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണിൻ്റെ പ്രോബ്ലംസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. BSc ഡയാലിസിസ് ടെക്നോളജി 4 years കോഴ്സാണ്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിഡ്നി പേഷ്യൻസിനൊക്കെ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി. BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി, ഇതൊരു 4 years കോഴ്സാണ്. ഇത് കഴിയുമ്പോൾ ഇവർ ICUയിലും പിന്നെ എമർജൻസി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കെയർ യൂണിറ്റിലൊക്കെയായിരിക്കും ഇവർക്ക് ജോലി ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ഡയാലിസിസ്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ കഴിയും. നല്ലൊരു കോഴ്സാണിത്. BSc കാർഡിയാക് ടെക്നോളജി 3 years കോഴ്സാണ്. ഹാർട്ടിൻ്റെ പ്രോബ്ലംസിനെയൊക്കെ ടെസ്റ്റ് ചെയ്യുകയും പിന്നെ ഫിസിഷ്യനെ അസിസ്റ്റൻ്റ് ചെയ്യുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി 4 years കോഴ്സാണ്. BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഇതൊരു 3 years കോഴ്സാണ്. ഹാർട്ടിൻ്റെ ഡിസീസസിനെയൊക്കെ മോണിറ്റർ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. BSc അനസ്തേഷ്യ ടെക്നോളജി, ഇത് 3 years കോഴ്സാണ്. ഇവർ അനസ്തേഷ്യ ഡോക്ടേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ അനസ്തേഷ്യ എക്യുപ്മെൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. DPharm ഡിപ്ലോമ ഇൻ ഫാർമസി 2 വർഷത്തെ കോഴ്സാണിത്. DMLT ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി 2 വർഷത്തെ കോഴ്സാണിത്. DPT ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി 2 years കോഴ്സാണിത്. DDT ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നീഷ്യൻ 2 years കോഴ്സാണിത്. DOT ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് ടെക്നോളജി 2 years കോഴ്സാണിത്. DMIT ഡിപ്ലോമ ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി 2 years കോഴ്സാണിത്. ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നോളജി 2 years കോഴ്സാണിത്. DOTAT ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി 2 years കോഴ്സാണിത്. DECG ഡിപ്ലോമ ഇൻ ECG ടെക്നോളജി 2 years കോഴ്സാണിത്. ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പി ടെക്നോളജി 3 വർഷത്തെ കോഴ്സാണിത്. DNT ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി 2 years കോഴ്സാണിത്. ഡിപ്ലോമ ഇൻ അനസ്തേഷ്യ 2 വർഷത്തെ കോഴ്സാണിത്. DNCA ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് കെയർ അസിസ്റ്റൻറ്റ് 2 വർഷത്തെ കോഴ്സാണിത്. ഡിപ്ലോമ ഇൻ റൂറൽ ഹെൽത്ത് കെയർ, ഇത് 1 വർഷത്തെ കോഴ്സാണ്. DHLS ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് 1 year കോഴ്സാണിത്. DMRT ഡിപ്ലോമ ഇൻ മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി 1 year കോഴ്സാണിത്. DCVT ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി 2 years കോഴ്സാണിത്. ഒരുവിധം മെഡിക്കൽ കോഴ്സസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേറെ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിടെക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാടുണ്ട്. ബിടെക്കിന് മെയിനായിട്ട് ഇന്ത്യയിലുള്ള എക്സാം JEE എക്സാമാണ്. പിന്നെ കേരളത്തിൽ KEAM എക്സാമും ഉണ്ട്. BArch ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ 5 years കോഴ്സാണ്. ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യാനും ഹൗസൊക്കെ ഡിസൈൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കോഴ്സ് എടുത്ത് പഠിക്കുക. നല്ലൊരു കോഴ്സാണ്. നിങ്ങൾക്ക് IT ഫീൽഡിലേക്കാണ് താല്പര്യമെങ്കിൽ BCAയോ BSc കമ്പ്യൂട്ടർ സയൻസോ എടുക്കുന്നത് നല്ലതായിരിക്കും. BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, ഈ 2 കോഴ്സും 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ BBM ഉണ്ട്. BBA ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBM ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഈ 2 കോഴ്സും 3 years പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ആണ്. നിങ്ങൾക്കൊരു ലോയർ ആവണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സസ് ഉണ്ട്. BA + LLB, BSc + LLB, BBA + LLB, BCom + LLB, BTech + LLB, ഇതെല്ലാം 5 years കോഴ്സസ് ആണ്. നിങ്ങൾക്ക് ജേർണലിസ്റ്റ് ആവാനാണ് താല്പര്യമെങ്കിൽ BJMC ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സ് എടുത്ത് പഠിക്കാം. 3 years കോഴ്സാണിത്. നിങ്ങൾക്ക് സോഷ്യൽ വർക്കിലാണ് താല്പര്യമെങ്കിൽ BSW എടുക്കാം, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്. നിങ്ങൾക്കൊരു അക്കൗണ്ടൻ്റായിട്ടൊക്കെ പോകാനാണ് താല്പര്യമെങ്കിൽ BCom നല്ലൊരു കോഴ്സാണ്. നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെയാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾ ബാച്ചിലർ ഇൻ ഫാഷൻ ഡിസൈനിങ് എടുക്കാം. 3 to 4 years ആണ് ഈ കോഴ്സ്.
നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഫാമിംഗ് മേഖലയിലോടാണ് താല്പര്യമെങ്കിൽ BSc അഗ്രികൾച്ചർ എടുക്കാം. BSc അഗ്രികൾച്ചർ എക്കണോമിക്സ് ആൻഡ് ഫാം മാനേജ്മെൻറ്റ് എടുക്കാം. ഇതൊക്കെ 4 years കോഴ്സാണ്. നിങ്ങൾക്ക് ഫോറൻസിക് സയൻസിലോട് താല്പര്യമുണ്ടെങ്കിൽ BSc ഫോറൻസിക് സയൻസ് എടുക്കാം. 3 years കോഴ്സാണ്. BSc ബയോടെക്നോളജി, BSc മൈക്രോബയോളജി രണ്ടും 3 years കോഴ്സാണ്. പക്ഷേ സ്കോപ്പ് വളരെ കുറവാണ്. നിങ്ങൾക്ക് സബ്ജക്റ്റ് റിലേറ്റഡ് കോഴ്സിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc ബോട്ടണി, സുവോളജി അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിനോടാണ് താല്പര്യമെങ്കിൽ BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ എടുത്ത് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജിനോടാണ് താല്പര്യമെങ്കിൽ BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിന്ദി അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ കോഴ്സ് എടുത്ത് പഠിക്കാം. ഇതെല്ലാം 3 years കോഴ്സാണ്. നിങ്ങൾക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റിനോടാണ് താല്പര്യമെങ്കിൽ ബാച്ചിലർ ഓഫ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്ത് പഠിക്കാം. 3 years കോഴ്സാണ്. നിങ്ങൾക്ക് എയർക്രാഫ്റ്റ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ BSc ഇൻ എയറോനോട്ടിക്കൽ സയൻസ് പഠിക്കാം. 3 years കോഴ്സാണ്. നിങ്ങൾക്കൊരു ഷെഫ് ആകാനോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിനോടോ ആണ് താല്പര്യമെങ്കിൽ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് BHM എന്നൊരു കോഴ്സുണ്ട്. പിന്നെ BBA ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്. BSc ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇതെല്ലാം 3 years കോഴ്സാണ്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ BA ഇൻ വിഷ്വൽ ആർട്സ് ആൻഡ് ഫോട്ടോഗ്രാഫി 3 years കോഴ്സാണ്. പലർക്കും ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പലർക്കും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് BSc ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, BB ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, BB ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, BCom ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, BA ട്രാവൽ ആൻഡ് ടൂറിസം ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇതൊക്കെ 3 years കോഴ്സസ് ആണ്. നിങ്ങൾക്ക് ആനിമേഷൻ ഗ്രാഫിക്സിലൊക്കെയാണ് താല്പര്യമെങ്കിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ഇൻ ആനിമേഷൻ ഗ്രാഫിക്സ് ആൻഡ് വെബ് ഡിസൈനിങ് ഉണ്ട്. 3 years കോഴ്സാണ്. BSc ഇൻ ആനിമേഷൻ ആൻഡ് ഗെയിമിംഗ് ഉണ്ട്. 3 years കോഴ്സാണ്. ഇതെല്ലാം ഡിഗ്രി കോഴ്സസ് ആണ്. ഇത് കാണുന്ന പേരൻസിനോട് നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ള കോഴ്സിന് മാത്രം വിടുക. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കാതെ അവർക്ക് എന്താണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് വിടാൻ ശ്രമിക്കുക. പിന്നെ ഇത് കാണുന്ന പേരൻസിനോടും കുട്ടികളോടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എല്ലാ കാര്യങ്ങളും തിരക്കിയതിന് ശേഷം മാത്രമേ ഒരു കോഴ്സിന് പോയി ചേരാവുള്ളൂ. വെറുതെ പോയി ചേരരുത്. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് കോളേജ് ഉണ്ട്. ചില കോളേജസിനൊന്നും അപ്രൂവൽ ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് അവിടുത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ തിരക്കിയിട്ട് മാത്രമേ ഒരു കോഴ്സിന് പോയി ചേരാവുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്